ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽക്കാലത്തിൽ ഈ വിശുദ്ധ ആരാധനയോടനുബന്ധിച്ച് വീണ്ടും ദൈവജന ചിന്തയുമായിട്ട് കടന്നു വരുവാൻ സർവ്വദയാലുവായ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഈ മഹൽ ഭാഗ്യത്തെ ഓർത്തുകൊണ്ട് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഇന്ന് ദൈവജന ചിന്തയ്ക്കായി വിശുദ്ധ ബൈബിളിൽ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യമാണ് കുറിവാക്യമായി വായിക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവവചനം കേൾക്കുന്ന എല്ലാവർക്കും അനശ്വരനായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. നമ്മളൊക്കെ വന്നെത്തിയിരിക്കുന്ന ഈ കാലഘട്ടം വലിയൊരു വിപത്തിലേക്ക് ലോകം പൊയ്ക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ നാളുകളിലും ദൈവം നമ്മയൊക്കെ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്നു. കാരണം ഇനിയും ചിലതൊക്കെ ദൈവത്തിന് നമ്മെ അറിയിക്കാനുണ്ട്. ചില കാര്യങ്ങളിൽ നമ്മളൊക്കെ ക്രമപ്പെടുവാനുണ്ട്. അതുകൊണ്ട് നമുക്ക് ദൈവം വീണ്ടും നാളുകളെ നീട്ടി തന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. തിരുവചന ചിന്തയ്ക്കായി വിശുദ്ധ ബൈബിളിൽ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലൂടെ വായിക്കുന്നതിനെ ശ്രദ്ധ വെച്ച് കേൾക്കും. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോക അവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരേണം എന്ന് അപേക്ഷിച്ചു. ആമേൻ. അവിടെ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലും മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലും ഇതേ സംഭവത്തെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തോടുകൂടി അനുബന്ധിച്ച് സംഭവിക്കുന്ന സംഭവവികാസങ്ങളെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. വാസ്തവത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ മടങ്ങി വരും. പക്ഷേ ആ നാളും നാഴികയെ സംബന്ധിച്ച് നമുക്കാർക്കും പ്രവചിക്കുവാൻ സാധ്യമല്ല. കാരണം യേശു ക്രിസ്തു ഇന്ന ആണ്ട്, ഇന്ന മാസം, ഇന്ന ആഴ്ച, ഇന്ന ദിവസം, ഇന്ന നാഴിക, ഇന്ന വിനാഴിക വരും എന്ന് പറയുവാൻ നമുക്കാർക്ക് സാധ്യമല്ല. കാരണം യേശു തന്നെ പറഞ്ഞു, അത് പിതാവായ ദൈവം രഹസ്യത്തിൽ വച്ചിരിക്കുന്ന ഒരു സത്യമാണ്. പിന്നെ എന്താണ് പോംവഴി? ഏതൊരു കാര്യത്തിനും ഒരു ലക്ഷണം ഉള്ളതുപോലെ കർത്താവും തൻ്റെ പുനരാഗമനത്തിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ സംഭാഷണം നടക്കുന്ന മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ പറയുന്ന ഈ സംഭവം നടക്കുന്നത് യെരൂശലേമിലെ ദൈവാലയത്തിൽ യേശു ഇരിക്കുകയാണ്. ഇവിടെ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ എടുത്തു വന്ന് ചോദിച്ചു, മുകളിലുള്ള വാക്യങ്ങൾ നിങ്ങൾ പിന്നെ പഠിച്ചാൽ മതി. ഗുരു, കണ്ടിലെ മനോഹരമായ കല്ലുകളാൽ പണിയപ്പെട്ടിരിക്കുന്ന ഈ മനോഹരമായ ആലയം മഹാനായ ഹെറോദാസ് BC 20 മുതൽ പണി ആരംഭിച്ചതാണ്. ഇപ്പോഴും യേശു ഇത് പറയുന്ന സമയത്തും പണി പൂർണ്ണമാകാതെ നിൽക്കുകയാണ്. ഏകദേശം AD 46 വരെ ഇതിന്റെ പണി തുടർന്നു പോയിക്കൊണ്ടിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അപ്പോൾ പണി തീരാതെ നിൽക്കുന്നു എങ്കിലും ഹെറോദാവിന്റെ മഹത്വത്തോടുകൂടി ദൈവാലയത്തിന് മുമ്പിൽ പ്രതിഷ്ഠിച്ചിരുന്ന അനേകം പ്രതിഷ്ഠകൾ ഏതൊരു മനുഷ്യനെയും അങ്ങോട്ട് ആകർഷിക്കുന്നതായിരുന്നു. ഇതിനെ കണ്ടുകൊണ്ടാണ് ശിഷ്യന്മാർ പറയുന്നു, എത്ര മനോഹരമായി ഇതിനെ പണിതിരിക്കുന്നു. അവിടെ യേശു പറയുകയാണ്, ഇവിടെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത കാലം വരും. അഥവാ ഈ ദൈവാലയം തകർന്ന് തരിപ്പണമായി ഒരു കല്ലിന്റെ പുറത്ത് മറ്റൊരു കല്ലില്ലാതെ എല്ലാം എഴുതറിയുന്നതായ ഒരു സമയം വരുമെന്ന് യേശു പറഞ്ഞു. അത് AD 70 ടൈറ്റസിന്റെ കാലഘട്ടത്തിൽ സംഭവിക്കുകയും ചെയ്തു. അതല്ല ഞാൻ പിന്നത്തേതിലുള്ള പ്രസംഗം ഈ യേശു ക്രിസ്തുവിന്റെ 2ാം വരവ് ഇന്ന് ഒരു ദിവസം കൊണ്ടോ നമുക്ക് പ്രസംഗം തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഞാൻ ഇന്ന് മുതൽ ഇത് തുടർമാനമായി യേശുവിന്റെ 2ാം വരവിന്റെ ലക്ഷണങ്ങളും യേശു ക്രിസ്തുവിന്റെ വരവും വളരെ വ്യക്തമായി വെളിപ്പെടുത്താനാണ് ബൈബിളിൽ ആശ്രയിക്കുന്നത്. അതൊക്കെ തുടർന്ന് കുറച്ച് മുമ്പിലോട്ട് ചെല്ലുമ്പോൾ ഈ ചരിത്രങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. എന്നാൽ ഇന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ സംഭാഷണം കഴിഞ്ഞിട്ട് അടുത്ത ശിഷ്യന്മാർ വന്ന് കർത്താവ് തനിച്ചിരിക്കുമ്പോൾ ചോദിക്കുകയാണ്. ഒലിവുമലയിൽ ഇരിക്കുകയാണ് ഇപ്പോൾ കർത്താവ്. ഉടനെ ചോദിക്കുന്നു, ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോക അവസാനത്തിനും ഉള്ള അടയാളം എന്ന്? അതെപ്പോൾ സംഭവിക്കും? അഥവാ യേശു പറഞ്ഞ ഈ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത കാലം എപ്പോൾ വരും? വാസ്തവത്തിൽ ശിഷ്യന്മാർ അപ്പോൾ തന്നെ യേശു ക്രിസ്തു ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ദൈവരാജ്യം സ്ഥാപിതമാകും എന്ന് വിശ്വസിച്ചിരുന്നവരാണ്. അതുകൊണ്ടാണ് ഉടനെ വന്ന് ചോദിക്കും, അതെപ്പോൾ സംഭവിക്കും? ഇനി എത്ര നാൾ ഞങ്ങൾ കാത്തിരിക്കണം? നീ മശിഹായാണെങ്കിൽ നീ രാജാവാണ്. നീ രാജാവാകുവാനും ഈ യുഗ അവസാനത്തിനും ഇനിയും നീ പോയാൽ വീണ്ടും മടങ്ങി വരുന്നതിനും ഒക്കെയുള്ള അടയാളം എന്താണ് ലക്ഷണം? എപ്പോൾ സംഭവിക്കും? നാളും നാഴികയാണ് അവർക്കും ആവശ്യം. ഇന്ന് ലോകം ചോദിക്കുന്നത് അത് തന്നെയാണ്. കഴിഞ്ഞ 2000 വർഷങ്ങൾ കൊണ്ട് നിങ്ങളൊക്കെ പറയുന്നു യേശു വരുമെന്ന്. ഇതുവരെ വന്നില്ലല്ലോ, അതെപ്പോഴും വരും? ഇതാണ് ചോദ്യം.
എന്നാൽ പ്രിയ സ്നേഹിതരെ, ഞാൻ ആദ്യമേ തന്നെ എടുത്തു പറഞ്ഞു, നാളും നാഴികയും പ്രവചിക്കുവാൻ ലോകത്തിലെ ഒരു മനുഷ്യർക്കും സാധ്യമല്ല. ഒരു മനുഷ്യർക്കും സാധ്യമല്ല. അങ്ങനെ ആരെങ്കിലും പ്രവചിച്ച് കേൾപ്പിച്ചാൽ, പറഞ്ഞാൽ നിങ്ങൾ അവിടെ വാക്ക് വിശ്വസിക്കരുത്. യേശു തന്നെ പറഞ്ഞതാണ്, കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് നിങ്ങൾ അറിയാകയാൽ നിങ്ങൾ ഉണർന്നിരിക്കുന്നത് പോലെ ഏത് സമയത്തും നിങ്ങൾ ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കും. ഇതല്ലാതെ യേശു ക്രിസ്തു അതിന് വ്യക്തമായ ഒരു നാഴികയെ നമുക്ക് വെളിപ്പെടുത്തി. പക്ഷേ ഒരു സ്ത്രീക്ക് പ്രസവ വേദന വന്നാൽ വേഗത്തിൽ ഒരു കുട്ടി ഭൂമിയിൽ പിറക്കാൻ പോകുന്നു എന്ന് ഉള്ള അടയാളം പോലെ ലോക സംഭവങ്ങൾ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ സംഭവവികാസങ്ങൾ നടന്നു കാണുമ്പോൾ നമ്മൾ ഓർക്കണം, ഇത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന്റെ ലക്ഷണമാണ്. ഇവിടെ നോക്കണം പ്രിയ സ്നേഹിതരെ, രണ്ട് കാര്യങ്ങളാണ് ശിഷ്യന്മാർക്ക് അറിയേണ്ടത്. ഒന്ന്, നിന്റെ വരവ് എപ്പോൾ സംഭവിക്കും. രണ്ട്, ലോക അവസാനം എപ്പോൾ സംഭവിക്കും. നിന്റെ വരവിനും ലോക അവസാനത്തിനുമുള്ള അടയാളം എന്താണ്? ഇതാണ് ചോദ്യം. വേൾഡ് എൻഡ് എപ്പോൾ സംഭവിക്കും? അങ്ങയുടെ പുനരാഗമനം എപ്പോൾ സംഭവിക്കും? അതിലെ വേൾഡ് എൻഡ് എന്ന ഭാഗത്തെ ഞാൻ ഇപ്പോൾ അങ്ങോട്ട് മാറ്റിവെക്കുകയാണ്. കാരണം അത് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയൊക്കെ കഴിഞ്ഞ് വീണ്ടും യേശുവിന്റെ 1000 ആണ്ട് വാഴ്ച വരെ കഴിഞ്ഞതിന് ശേഷമാണ് വേൾഡിന് അവസാനം വരുന്നത്. ലോകം മുഴുവൻ ഒന്നിച്ച് അവസാനിക്കുന്നത് അതിനുശേഷമാണ് പിന്നെ അന്ത്യന്യായവിധി നടക്കേണ്ടത്. അതുകൊണ്ട് ആ ഭാഗത്ത് ഞാൻ ഇപ്പോൾ അങ്ങോട്ട് മാറ്റിവെക്കുകയാണ്. എന്ന് പറഞ്ഞ് ഞാനത് പറയത്തില്ല എന്നല്ല. യേശുവിന്റെ രണ്ടാം വരവിന്റെ രഹസ്യവരവും പരസ്യവരവും വെളിപ്പെടുത്തിയതിന് ശേഷം തുടർന്ന് അങ്ങോട്ട് നടക്കേണ്ട ന്യായവിധി വരെ ഇതിനെ വെളിപ്പെടുത്തിയതിന് ശേഷം ആ വേൾഡ് എൻഡിനെ കുറിച്ച് ഞാൻ വെളിപ്പെടുത്തും. വിശുദ്ധ ബൈബിൾ എല്ലാത്തിനും നമുക്ക് പൂർണ്ണമായ രൂപം നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് ഈ ലോകത്തിൽ എത്രയോ ഉന്നതന്മാരും എത്രയോ സാമ്രാട്ടുകളും എത്രയോ സാമ്രാജ്യ ശക്തികളും നമുക്ക് എഴുന്നേറ്റിട്ടുണ്ട്. എത്രയോ വിക്രമന്മാരായ ചക്രവർത്തിമാർ എഴുന്നേറ്റു, ബുദ്ധി രാക്ഷസന്മാർ എഴുന്നേറ്റു. ഇന്ത്യക്കകത്തും യാണവക്യം, യുദ്ധാലപരിധി, ശോധകേരു, ഇവരൊക്കെ വലിയ ദാർശനികരും വലിയ ബുദ്ധിജീവികളായിരുന്നു. അങ്ങ് ഗ്രീസിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ പ്ലേറ്റോ, ഡെമോക്ലീറ്റസ്, പൈതഗോറസ്, അതുപോലെ സോക്രട്ടീസ് തുടങ്ങിയവരൊക്കെയും വലിയ പ്രഗത്ഭന്മാരായിരുന്നു. റോമിലേക്ക് ചെല്ലുമ്പോഴേക്ക് സാഹിത്യകാരനായ വെർജിൽ, ഇനി അങ്ങ് ചൈനയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ലാവോയിസ് കൺഫ്യൂഷ്യസ്, കൺഫ്യൂഷ്യസ്, വീമ കൺഫ്യൂഷ്യസ് എന്നിവരൊക്കെ വളരെ പ്രബലന്മാരായിരുന്നു. വീണ്ടും റോമിലേക്ക് ചെല്ലുമ്പോൾ ജൂലിയസ് സീസർ, ഒക്ടോവിയസ് സീസർ, അഗസ്ത്യോ സീസർ, ഇവരൊക്കെ വളരെ ശ്രേഷ്ഠന്മാരായിരുന്നു. പക്ഷേ ഇവരെല്ലാം മൺമറഞ്ഞു പോയി. ഇന്ത്യക്കകത്ത് എത്രയോ ചന്ദ്രഗുപ്തനും ചാണക്യനും മഹാത്മാഗാന്ധിയും ഒക്കെ, സുഭാഷ് ചന്ദ്രബോസ്, അങ്ങനെ തുടങ്ങി എത്രയോ പ്രബലന്മാരുണ്ടായി. ഇവരെല്ലാം മരണമെന്ന കരാള കസ്തുത്തിന്റെ മുമ്പിൽ ഞെരിഞ്ഞമർന്നു, അവിടെ അവസാനിച്ചു. എന്നാൽ സാധുവിൽ സാധുവായി പിറന്നു വീഴുവാൻ ഇടമില്ലാത്തവനായി, വിശന്നിട്ട് അത്തിയുടെ ചുവട്ടിൽ പോയി ഭക്ഷണം തെരഞ്ഞവനായി, ചുരുക്കി പറഞ്ഞാൽ തലചായ്ക്കുവാൻ ഇടമില്ലാത്തവനായി, കരം കെട്ടുവാൻ കാശില്ലാത്തത് കൊണ്ട് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കിടന്നതായ മീനിന്റെ മത്സ്യത്തിന്റെ ഉള്ളറയിലിരിക്കുന്ന ബ്രഹ്മപ്പണം എടുത്ത് കരം കെട്ടിയവനായി, ഇങ്ങനെ ഒന്നിനും നിവർത്തിയില്ലാത്തവനായി സാധുവിൽ സാധുവായി പിറന്നു വീണ കർത്താവായ യേശു ക്രിസ്തു അവസാനം തന്റെ ഡെഡ് ബോഡി വെച്ചതോ അന്യന്റെ കല്ലറയിൽ അടക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു പ്രഖ്യാപിക്കുന്നു, ഞാൻ മടങ്ങി വരും. ഉലകത്തിലെ മഹാന്മാരുടെ കല്ലറകൾ ഭൂമുഖത്ത് അടഞ്ഞു കിടക്കുമ്പോൾ തുറന്നിട്ട കല്ലറയ്ക്കുടമയായി ജീവിക്കുന്ന ഒരേ ഒരുവൻ ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ഈ 51,66,300 ചതുരശ്ര കിലോമീറ്റർ ഉള്ള ഈ ഭൂമണ്ഡലത്തിനകത്ത് ഏതൊരു മേഖലയിൽ പോയി നോക്കിയാലും എല്ലാ മനുഷ്യരുടെയും ശവകുടീരങ്ങൾ അടഞ്ഞു കിടക്കുകയാണ്. ഒരു ശവകുടീരവും തുറന്നു കിടക്കുന്നില്ല. എന്നാൽ തുറന്നൊരു ശവകുടീരം കിടപ്പുണ്ടെങ്കിൽ, തുറന്നിട്ടൊരു കല്ലറയുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ കല്ലറ മാത്രമേ ഉള്ളൂ. അവിടെ യേശുവിന്റെ പുനരുത്ഥാനത്തോട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തോടനുബന്ധിച്ച് തന്നെ അന്വേഷിച്ചു വരുന്ന ശിഷ്യഗണത്തോട് അന്ന് ദൂതന്മാർ പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ്: നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ നടുവിൽ അന്വേഷിക്കുന്നുവോ, അവൻ ഇവിടെ ഇല്ല, പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. തിരുവെഴുത്തിൻ പ്രകാരം ജനിച്ച്, തിരുവെഴുത്തിൻ പ്രകാരം ജീവിച്ച്, തിരുവെഴുത്തിൻ പ്രകാരം പ്രവർത്തിച്ച്, തിരുവെഴുത്തിൻ പ്രകാരം മരിച്ച്, തിരുവെഴുത്തിൻ പ്രകാരം അടക്കപ്പെട്ട്, തിരുവെഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റ്, തിരുവെഴുത്തിൻ പ്രകാരം സ്വർഗാരോഹണം ചെയ്ത് വീണ്ടും വരാമെന്ന് തിരുവെഴുത്തിൻ പ്രകാരം ആണയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശുവല്ലാതെ മറ്റൊരുവനും ഈ ലോകത്തിലില്ല. അതിനാൽ ആ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരും. യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവിനെ കുറിച്ച്, അഥവാ AD BC 4 കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമണ്ഡലത്തിൽ മനുഷ്യാവതാരം ചെയ്തു. ദൈവത്തിന്റെ മനുഷ്യാവതാരമായിരിക്കുന്ന കർത്താവ്, ആ കർത്താവിന്റെ വരവിനെ കുറിച്ച് 1000ഓളം പ്രവചനങ്ങൾ യഹൂദന്മാരുടെ തൽമുദിലുണ്ടായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ വിശുദ്ധ ബൈബിൾ, യഹൂദന്മാരുടെ തൽമുദിൽ പറയപ്പെട്ടിരിക്കുന്ന അത്രയും കാര്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ബൈബിളിലുമുണ്ട്. എന്നാൽ രണ്ടാമത്തെ വരവിനെ കുറിച്ച് ഏകദേശം 2000-ൽ പരം വാക്തത്വങ്ങളും 1840
45 സൂചനകളുമുണ്ടെന്ന് വേദശാസ്ത്രം വീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ വരവ് എങ്ങനെ സംഭവിച്ചു? അതിനേക്കാൾ എത്രയോ വ്യക്തവും തിട്ടവും ലബ്ധവുമായിട്ട് നമുക്ക് നൽകിയിരിക്കുകയാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ്. നാളും നാഴികയും നമുക്കറിയത്തില്ല. പക്ഷേ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് 2 പതനങ്ങൾ ഉണ്ട്. ഒന്ന് മേഘപ്രത്യക്ഷതയെന്നും 2 മഹത്വ പ്രത്യക്ഷതയെന്നും വിളിക്കുന്നു. ഒന്നാമത്തെ വരവ് അഥവാ ആകാശ മേഘങ്ങളെ വാഹനമാക്കി മധ്യാകാശം വരെ മാത്രമേ വരത്തുള്ളൂ. ആ വരവ് ലോക ജനത മുഴുവൻ കാണത്തില്ല. പകരം പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉദയനക്ഷത്രം ഉദിക്കുമ്പോൾ ഉണർന്നിരിക്കുന്നവർ മാത്രമേ അത് കാണത്തുള്ളൂ. ആ രഹസ്യ വരവിൽ ഒരു കൂട്ടം പേർ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും. അതാണ് ഇന്ന് ആരൊക്കെ എടുക്കപ്പെടും എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ പ്രസംഗത്തിന്റെ പ്രമേയം. പ്രിയ സ്നേഹിതരെ, കർത്താവായ യേശുക്രിസ്തു സ്വർഗാരോപണം ചെയ്തതിനു ശേഷം തന്റെ ശിഷ്യന്മാർ ഈ ലോകത്തിന്റെ മുമ്പിൽ യേശുവിന്റെ നല്ല സാക്ഷ്യം ഘോഷിക്കുന്ന സമയത്ത് അവർക്കുണ്ടായിരുന്ന പ്രത്യാശയും അവർ ലോകത്തോട് പഠിപ്പിച്ചതും യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ 2 പതനമുണ്ടെന്ന് തന്നെയാണ്. ആദിമ സഭ അത് വിശ്വസിച്ചിരുന്നു. എന്നാൽ AD 320 ഉണ്ടായ നവീകരണ മുഖാന്തരം അഥവാ സ്വാതന്ത്ര്യ മുഖാന്തരം അടിച്ചമർത്തപ്പെട്ട ക്രിസ്ത്യാനിറ്റി അന്നത്തെ സാമ്രാജ്യ മതമായി പ്രഖ്യാപിക്കപ്പെട്ടു. കോൺസ്റ്റാന്റിയന്റെ മതമാറ്റത്തോടുകൂടി ഇതോടുകൂടി ആ പ്രത്യാശയെല്ലാം മാറിപ്പോയി. കാരണം പിന്നെ വന്ന ഭരണകർത്താക്കളിൽ കൂടെ പിന്നെ ഈ സുവിശേഷ മുഖത്ത് വന്നിരിക്കുന്നതൊന്നും അങ്ങനെ ദൈവവിളി കേട്ടിറങ്ങിയതോ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടതോ ഒന്നുമല്ല. പിന്നെ കണ്ടവരും കേട്ടവരും യോഗ്യത ഇല്ലാത്തവരും ഒക്കെ ഇതിന്റെ പ്രകാരം വന്നപ്പോൾ പലരുടെയും നടുവിൽ ഈ പ്രത്യാശയും വിശ്വാസവും ഒക്കെ പിന്നെ അങ്ങ് ചോർന്നുപോയി. എങ്കിലും ദൈവത്തിന്റെ സഭയെ പരിശുദ്ധാത്മാവ് പരിപാലിച്ച് സൂക്ഷിച്ചു കൊണ്ടുവന്നുകൊണ്ടേയിരുന്നു. എന്നാൽ 19-ാം നൂറ്റാണ്ട് വന്നപ്പോൾ സ്കോട്ട്ലൻഡിലെ സഭാ പാസ്റ്ററായിരുന്ന എഡ്വേർഡ് ഇർവിംഗ് എന്ന ദൈവദാസനും ഇംഗ്ലണ്ടിലെ ജെയിൻ ഡാർബി എന്ന ദൈവദാസനും കൂടെ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിലെ 2 പതനങ്ങളെ വ്യക്തമായി വെളിപ്പെടുത്തുവാനിടയായി. ബൈബിളിന്റെ വെളിച്ചം അനുസരിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ സെക്കൻഡ് കമ്മിങ്ങിന് അഥവാ രണ്ടാമത്തെ വരവിന് 2 പതനം ഉണ്ട് എന്ന് വ്യക്തമായിട്ട് നമുക്ക് വെളിപ്പെടുവാനിടയാം. എന്നാൽ അതില്ല, ഒരിക്കൽ മാത്രമേ യേശു മഹത്വത്തിൽ മാത്രമേ വരത്തുള്ളൂ എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ഈ പഠിപ്പിക്കലിന് വിവിധമായ കാര്യങ്ങളൊക്കെ അവർ വെളിപ്പെടുത്തുകയാണെങ്കിലും ബൈബിൾ സൂക്ഷ്മത്തോടുകൂടി മുൻവിധിയില്ലാതെ യഥാക്രമത്തിൽ പഠിക്കുന്ന ഏതൊരു പഠിതാവിനും കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് 2 പതനമുണ്ടെന്ന് കണ്ടെത്തുവാൻ കഴിയും. ആ രണ്ടാമത്തെ വരവിലെ 2 പദങ്ങൾ ഒന്നാമത്തെ വരവിന് രഹസ്യ വരവ്, ഉൾപ്രാപണം, സഭയുടെ എടുത്തുകൊള്ളപ്പെടൽ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നു. വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം എന്നൊക്കെ വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുകയാണ്. ആ വരവിനെയാണ് ഇന്ന് പകൽക്കാലം ഞാൻ വെളിപ്പെടുത്തുന്നത്. ആ വരവിൽ ആരൊക്കെ എടുക്കപ്പെടും, അതാണ് ഇന്നത്തെ എൻ്റെ പ്രസംഗത്തിന്റെ പ്രമേയം. അതിന്റെ ലക്ഷണങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം വരുന്ന ദിനങ്ങളിൽ ഞാൻ പ്രസംഗിക്കും. ഈ വരവിൽ ആരൊക്കെ എടുക്കപ്പെടും? വിശുദ്ധ ബൈബിളിന്റെ വെളിച്ചം അനുസരിച്ച് 1 അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 47-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ആക്ട് ഓഫ് അപ്പോസ്തലീസ് ചാപ്റ്റർ 2 വേഴ്സ് 47. ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോടുകൂടി ചേർത്തുകൊണ്ടിരുന്നു. ഈ സഭ എന്ന് പറയുന്നത് ഏതെങ്കിലും വലിയ പടുകൂറ്റൻ പള്ളിയോ ഏതെങ്കിലും ഒരു മത ഡിനോമിനേഷനോ അല്ല. ദൈവത്തിന്റെ സഭ മതം അല്ല. ഈ അടുത്ത കാലത്ത് റോമിന്റെ ഭരണകർത്താവ് പ്രഖ്യാപിച്ചതാണ് ക്രിസ്തു മതം എന്ന്. വാസ്തവത്തിൽ ഈ ലോകത്തിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ പോളിഷ് വർത്തമാനത്തിൽ ഒരു പോളിഷ് വർത്തമാനമാണ്. യേശു ക്രിസ്തു സഭയെ സ്ഥാപിച്ചു, പക്ഷെ മതം സ്ഥാപിച്ചിട്ടില്ല. യേശു മതസ്ഥാപകനല്ല. യേശു ഒരു മതം സ്ഥാപിക്കാൻ വന്നവനല്ല. മതം എന്ന വാക്കിന് അഭിപ്രായം എന്നാണ് അർത്ഥം. പക്ഷേ സഭയ്ക്ക് അഭിപ്രായമല്ല, സഭയ്ക്ക് യാഥാർത്ഥ്യമാണുള്ളതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ക്രിസ്തു മതം എന്നൊരു മതം ഇല്ല, പകരം ക്രിസ്തു മാർഗമാണ്. യേശു ക്രിസ്തു ഇവിടെ നമുക്ക് സ്ഥാപിച്ചു തന്നത് മാർഗമാണ്. ഏതൊരു മനുഷ്യൻ, അത് ഹൈന്ദവനെന്നോ ക്രൈസ്തവനെന്നോ ഇസ്ലാമിയെന്നോ ആര്യനെന്നോ അസുരനെന്നോ അടിമയെന്നോ ഉടമയെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ നീഗ്രോ എന്നോ വെള്ളക്കാരനെന്നോ അതുപോലെ സഭർണനെന്നോ അഭർണനെന്നോ വ്യത്യാസമല്ലേ, ഏതൊരു മനുഷ്യനും യഥാക്രമത്തിൽ ഈ സഭയുടെ അംഗമായി തീരാം. പക്ഷേ ഒരു ക്വാളിറ്റി കർത്താവായി യേശു ക്രിസ്തുവിനെ കർത്താവിന്റെ രക്ഷകനുമായി ഉള്ളവയിൽ സ്വീകരിക്കണമെന്നുള്ളതാണ്. ഇവിടെ വിശുദ്ധ ബൈബിളിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ
അതിന്റെ 37 തുടങ്ങി 47 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് ഏകദേശം 7 അടിസ്ഥാനങ്ങളെ നമുക്ക് വെളിപ്പെട്ട് നൽകിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്നത് ആദ്യം പറയപ്പെട്ടിരിക്കുന്ന 38, 39 വാക്യങ്ങളാണ്. നിങ്ങൾ ഓരോരുത്തർ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് ദാനം നിങ്ങൾക്ക് ലഭിക്കും. അവിടെ ഒന്ന്, മാനസാന്തരപ്പെടണം, യേശുക്രിസ്തുവിന്റെ മുൻപാകെ പാപത്തെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് രക്ഷിക്കപ്പെടണം, അഥവാ യേശുവിനെ അകത്തളത്തിൽ കർത്താവിന്റെ രക്ഷകനുമായി സ്വീകരിക്കണം. 2, അതേ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചതിന്റെ സാക്ഷ്യമായിട്ട് വിശ്വാസ സ്നാനം കൈക്കൊള്ളണം. പിന്നെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ അവൻ നിറയപ്പെടണം. അടുത്ത പത്രോസ് വീണ്ടും പറയുന്നു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് നിങ്ങൾ തെറ്റി, അഥവാ പാപത്തിൽ നിന്ന്, പാപ സ്വഭാവത്തിൽ നിന്ന്, മുൻനടപ്പുകളിൽ നിന്ന്, വ്യക്തവും പിതൃ പാരമ്പര്യമായിരിക്കുന്ന മുൻനടപ്പിൽ നിന്ന് വാസ്തവത്തിൽ വേർപെടണം. പിന്നെ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് തിരുമേശയുടെ അംഗമായി പ്രാർത്ഥനയോടെ ദൈവസന്നിധി തങ്ങളെ തന്നെ കഴിച്ച് സൂക്ഷിച്ചിരിക്കുന്ന ഒരു ദൈവവൈതനെ കുറിച്ചാണ് ഇവിടെ ഒടുവിൽ വരുമ്പോൾ പറയുന്നു. അങ്ങനെ രക്ഷിക്കപ്പെടുന്നവരെ, ഏത് ശിക്ഷാവിധിയിൽ നിന്ന് നിത്യരക്ഷയിലേക്ക് ദൈവത്താൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന യേശുക്രിസ്തു എന്ന രക്ഷിതാവിനെ യഥാക്രമത്തിൽ ഉൾക്കൊണ്ട് ഉള്ളറയിൽ സ്വീകരിച്ച് അവന്റെ കൽപ്പന പ്രകാരം ജീവിതം നയിക്കുവാൻ ഉടമ്പടി ചെയ്യുന്ന ആ വ്യക്തികളെ കർത്താവ് ദിനം പ്രതി സഭയോടുകൂടി ചേർത്തുകൊണ്ടിരുന്നു. അപ്പോ സഭയിൽ ചേർക്കുന്നത് ഏതെങ്കിലും ഒരു പള്ളിക്കാരല്ല. ഇവിടെ ചില പള്ളികളിൽ നിന്നും അല്ലെങ്കിൽ ചില സഭകളിൽ നിന്നൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവോ കുറ്റമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ റിജക്ട് ചെയ്ത് കളയുന്ന ഒരു പരിപാടിയുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന സഹോദരങ്ങളെ, ഇവിടുത്തെ പുസ്തകങ്ങളിൽ നിന്ന് നിങ്ങളെ റിജക്ട് ചെയ്തോട്ടെ, പക്ഷെ സ്വർഗത്തിലെ പുസ്തകത്തിൽ നിന്റെ പേരുണ്ടോ എന്ന് നോക്കിയാൽ മതി. കാരണം സ്വർഗത്തിലെ പുസ്തകത്തിൽ പേരെഴുതുന്നത് ഇവിടുത്തെ പാസ്റ്റർമാരും ഞങ്ങളുമാരും ഒന്നുമല്ല. സ്വർഗത്തിലെ പുസ്തകത്തിൽ പേരെഴുതുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. അതുപോലെ സ്വർഗീയ ആട്ടിൻകൂട്ടത്തോടു കൂടി ചേർക്കുന്നത് വാസ്തവത്തിൽ ഇവിടുത്തെ പാതിരിമാരായ ഞങ്ങളാരുമല്ല, പകരം കർത്താവായ യേശുക്രിസ്തുവാണ്. ആ ജോലി യേശു മറ്റാർക്കും കൊടുക്കത്തില്ല. അവിടെ വചനം പറയുന്നു, രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് കൂടി ചേർത്തുകൊണ്ട്. ഏതാണ് ഈ സഭ? ഈ സഭ എന്താണ്? കർത്താവായ യേശുക്രിസ്തു മത്തായി സുവിശേഷം 16-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ വന്നപ്പോൾ പറഞ്ഞു, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണി. അവിടെയും യേശു പറയുന്നു, നോക്ക്, ഞാൻ എൻ്റെ സഭയെ പണി. സഭയെ പണിയുന്നത് ഇവിടുത്തെ മനുഷ്യരാരുമല്ല, പകരം സഭയുടെ നാഥനായ ക്രിസ്തുവാണ് സഭയെ പണിയുന്നത്. ഇനി മറ്റൊരു പഠിപ്പിക്കലുണ്ട്. ഞാനൊക്കെ ജനിച്ചു വീണത് കത്തോലിക്ക കുടുംബത്തിലാണ്, വളർന്നു വന്നതും കത്തോലിക്ക പാരമ്പര്യം അനുസരിച്ചാണ്. അതുകൊണ്ട് അതിനകത്തായിരിക്കുമ്പോൾ ഞങ്ങൾ പഠിച്ചതാണ് പത്രോസ് എന്ന പാറയുടെ മേൽ സഭ നിൽക്കുന്നുവെന്നാണ്. വാസ്തവത്തിൽ പറഞ്ഞാൽ പത്രോസ് എന്ന വാക്കിന്റെ അർത്ഥം പാറക്കഷ്ണം എന്നാണ്. ഇതിന്റെ യഥാക്രമത്തിലുള്ള മൂലഭാഷ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നീ പത്രോസാകുന്നു, അഥവാ പത്രോസ് നീ ഒരു പാറ കഷ്ണമാകുന്നു, നിന്നെ പോലെയുള്ള അനേകം കഷ്ണങ്ങളെ കൊണ്ട് ഈ പാറമേൽ, അഥവാ ആ പാറ ആരാണ്? ഈ പാറ പത്രോസല്ല, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ആ പാറ ഏതാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആ പാറ ക്രിസ്തുവായിരുന്നു. അപ്പൊ സഭ നിൽക്കുന്നത് ക്രിസ്തു എന്ന പാറമേലാണ്. ആ പാറമേൽ അടിസ്ഥാനമിട്ട് പണിയപ്പെടുന്നതാണ് സഭ. ആ സഭയുടെ ആദ്യത്തെ കല്ലാണ് പത്രോസ്. അല്ലാതെ പത്രോസ് എന്ന ഒരു പാറയുടെ മേലല്ല സഭ നിൽക്കുന്നത്. ക്രിസ്തു എന്ന പാറയുടെ മേൽ പത്രോസ് എന്ന കല്ല് ആദ്യത്തെ കല്ലാണ്. അത് മുഖാന്തരം അതിനുശേഷം ഇങ്ങോട്ട് 1, 2, 3, 4 എന്ന് 2000 ആണ്ടുകൾ കൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ദൈവത്തിന്റെ സഭ. പ്രിയ സ്നേഹിതരെ, ഈ സഭയുടെ അംഗമായിരിക്കുന്ന ഈ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിനെ ചേർക്കാനാണ് കർത്താവായ യേശുക്രിസ്തു മധ്യാകാശത്തിൽ കടന്നു വരുന്നത്. അല്ലാതെ ഇവിടുത്തെ ഏതെങ്കിലും വലിയ പള്ളിയില് വലിയ രജിസ്റ്റർ ഉണ്ടായതുകൊണ്ടോ വലിയ പട്ടമൊക്കെ ഞങ്ങളൊക്കെ പ്രാപിച്ചെടുത്തത് കൊണ്ടോ ഒന്നും കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ കഴിയത്തില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന യോഗ്യത ഉണ്ടായിരിക്കണം. യേശു തന്റെ ശിഷ്യന്മാരെ സുവിശേഷം പരമേൽപ്പിക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, 15-16 വാക്യം, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിക്കണം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. എന്താണ് വിശ്വസിക്കേണ്ടത്? യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കണം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 37 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ ഫിലിപ്പോസ് നടന്നു പോകുമ്പോൾ ഷണ്ണൻ എന്ന് പറയുന്ന എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രിയായിരിക്കുന്ന ഷണ്ണൻ യെരൂശലേമിൽ നിന്നൊരു തേരിൽ ഇരുന്ന് അദ്ദേഹം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയാണ്. പക്ഷെ അത് ഗ്രഹിക്കാൻ കഴിയാതെ ഇരുന്ന് അദ്ദേഹം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, നീ രഥത്തോടു കൂടെ ചേർന്ന് നടക്കുമ്പോ ഫിലിപ്പോസ് ഒരു ചോദ്യം ചോദിച്ചു, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? ഉടനെ അദ്ദേഹം പറയുന്നു, ഞാൻ ഒരാൾ പൊരുൾ തിരിച്ചു തരാതെ എങ്ങനെ ഗ്രഹിക്കാൻ കഴിയും? ഉടനെ തേര് നിർത്തുവാൻ കൽപ്പിച്ചു. ഉടനെ
ഉടനെ തന്നെ ഫിലിപ്പോസ് തന്നോടൊപ്പം ഇരുന്നു. ഇത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള തിരുവെഴുത്തുകൾ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായമാണ് അദ്ദേഹം വായിച്ചുകൊണ്ടിരുന്നത്. അതിനെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചന ഭാഷ്യമായതുകൊണ്ട് അതിനെ വെളിപ്പെടുത്തി കൊടുത്തപ്പോ അന്ന് ഈ പറയപ്പെട്ട ഷണ്ണന്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് കയറി വന്നു. യേശു ക്രിസ്തുവിനെ അദ്ദേഹം വിശ്വസിച്ചു. ഉടനെ അദ്ദേഹം വെള്ളമുള്ള ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ചോദിക്കുന്നു, ഇതാ വെള്ളം, എന്നെ സ്നാനപ്പെടുത്തിക്കൂടെയോ? അതിന് ഫിലിപ്പോസ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നീ വിശ്വസിക്കുന്നെങ്കിലാകാം. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്, യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ചില സഭക്കാര് അതും ചെയ്യണം, ഇതും ചെയ്യണം, അപ്പുറത്തും ചെയ്യണം, എന്നാലേ സ്നാനപ്പെടാവൂ എന്നൊക്കെ പറയുന്നതുകൊണ്ട് ഇതിനെ ഒന്നും നിങ്ങൾ ചെവി കൊടുക്കരുത്. പ്രിയ സ്നേഹിതരെ, തിരുവചനം കേൾക്കുന്ന ദൈവപൈതലേ, യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് നിനക്ക് കൈക്കൊള്ളുവാനുള്ള മനസ്സുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനെ ദൈവപുത്രനെന്ന് ഉൾക്കൊള്ളുവാനുള്ള മനസ്സ് നിനക്കുണ്ടെങ്കിൽ, തിരുവെഴുത്ത് പറയുന്നു, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ടു വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വന്ന് അവനോടൊപ്പം ഇരുന്ന താഴം കഴിക്കും. അതിന് മനസ്സുള്ളൊരു ദൈവത്തെയാണെന്ന് പകൽക്കാലം ഞാൻ പ്രസംഗിക്കുന്നത്. ആ യേശു ക്രിസ്തുവിന്റെ മുൻപാകെ ഒരുവൻ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ കർത്താവിൻ രക്ഷകനുമായി നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിനക്ക് സ്നാനപ്പെടാം. നീ അതിന് മീശ എടുക്കണമെന്നോ നിന്റെ കളർ മാറണമെന്നോ നിന്റെ വസ്ത്രം വെള്ളയായാലേ പറ്റും, ഇതൊന്നും അല്ല ഇവിടെ കർത്താവ് തിരുവെഴുത്തിൽ പറയുന്നത്. നീ വിശ്വസിക്കുന്നുവെങ്കിലാകാം. മറുപടി, യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര വലിയ യഥാക്രമത്തിൽ മനസ്സിലാക്കിയതായ ഷണ്ണൻ ഫിലിപ്പോസിനോട് പറഞ്ഞ വാക്കാണ്, ഞാൻ യേശുവിനെ ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നു. ഈ വിശ്വാസ സ്നാനവും കൈക്കൊണ്ട് ആ വരുന്ന വ്യക്തികളെയാണ് പരിശുദ്ധാത്മാവിനാൽ ദൈവം അഭിഷേകം ചെയ്ത് നിയന്ത്രിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ തരുന്നത് അച്ചാരം തരുന്നു വന്നാ പറയും. എല്ലാം വെളിപ്പെടുത്തുവാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. സഭയല്ല എന്റെ വിഷയം. ആരെ ചേർക്കാൻ കർത്താവ് വരുന്നു, യേശു ക്രിസ്തുവിന്റെ രഹസ്യ വരവിൽ ആരെല്ലാം എടുക്കപ്പെടും, അതാണ് എന്റെ പ്രസംഗത്തിന്റെ പ്രമേയം. അതുകൊണ്ട് ഞാൻ ഷോർട്ട് കട്ട് പറഞ്ഞു പോകുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയ സ്നേഹിതർ, ഇത് തന്നെയാണ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ യേശു പറഞ്ഞു, എന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവൻ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യന് തുല്യനായി തീരും. വൻമഴ ചുരിഞ്ഞു, വലിയ കൊടുങ്കാറ്റടിച്ചു, വലിയ വെള്ളപ്പാച്ചിൽ വന്നു, പക്ഷേ തന്റെ അടിസ്ഥാനം പാറമേലായതുകൊണ്ട് അവൻ കുലുങ്ങിപ്പോയില്ല. ഈ പാറമേൽ ക്രിസ്തു വന്ന ഈ പാറമേൽ അടിസ്ഥാനമിട്ട് ജീവിതം നയിക്കുന്ന ദൈവവൈതലേ, നിന്നെ ചേർക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ഇത് ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുവാൻ പോകുന്നു. ഈ രക്ഷിക്കപ്പെട്ടവരെ ചേർക്കാൻ കർത്താവ് മധ്യാകാശത്തിൽ വരും. 2 യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 1 തുടങ്ങി 3 വരെയുള്ള വാക്യങ്ങളെ ഇവിടെ വായിക്കുന്നു. ശ്രദ്ധ വെച്ച് കേൾപ്പിൻ. രണ്ടാമത് യേശു ക്രിസ്തു വരുമ്പോൾ ചേർക്കപ്പെടുവാനുള്ള ക്വാളിറ്റി എന്തെന്ന് അവിടെ പറയുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എന്റെ അടുക്കൽ ചേർത്തു. പിതാവിന്റെ ഭവനക്കാരെ ചേർക്കുവാൻ വരുന്നു. പിതാവിന്റെ ഭവനത്തിൽ താമസിക്കുവാൻ യോഗ്യത നേടിയവരെ ചേർക്കാൻ യേശു വരുന്നു. യേശു പറയുന്ന വാക്ക് നോക്കൂ, ഞാൻ പോകുന്നത് വെറുതെ പോയിട്ട് ഇനി വരാനല്ല, പകരം ഞാൻ പോകുന്നത് നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ. ഞാൻ പോയി സ്ഥലമൊരുക്കിയ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളായിരിക്കാം. ഇപ്പോൾ യേശുവിന്റെ മഹാസ്നേഹം നോക്കണമേ. ഇവിടെ രാജാവ് മുകളിലും പ്രജകൾ താഴെയെന്നല്ല പറയുന്നത്, പകരം രാജാവ് ഇരിക്കുന്ന മഹത്വത്തിൽ തന്നെ. യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 തുടങ്ങി താഴോട്ടുള്ള വാക്യങ്ങൾ പറയുമ്പോൾ അവിടെ കാൺമിൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു എന്ന് തുടങ്ങുന്നതായ യോഹന്നാൻ അടുത്ത 3-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ പറയുന്നു, പ്രിയമുള്ളവരെ, നാം ഇന്നതാകുമെന്ന് ഇതുവരെ നമുക്ക് വെളിപ്പെട്ടിട്ടില്ല. എന്നാൽ അവൻ പ്രത്യക്ഷനാകുന്ന നാളിൽ അവൻ ഇരിക്കുന്നത് പോലെ കാണുന്നവരാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. അപ്പോൾ നോക്കണം, യേശു ക്രിസ്തു ഇരിക്കുന്ന സ്ഥലത്ത് യേശുവിനോടൊപ്പം ഇരിക്കുവാൻ യോഗ്യത നേടിയവരാണ് പിതാവിന്റെ ഭവനക്കാർ. യേശു ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുവാൻ യോഗ്യത നേടുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും പള്ളിയുടെ സർട്ടിഫിക്കറ്റോ ഏതെങ്കിലും ബൈബിൾ കോളേജിലെ PhD സർട്ടിഫിക്കറ്റോ കൊണ്ടൊന്നും സാധ്യമല്ല. അത് പരിശുദ്ധാത്മാവിനാലും ദൈവപുത്രന്റെ ശക്തിയാലും ലഭിക്കുന്നതാണ്. അത് പ്രാപിച്ചെടുത്ത പിതാവിന്റെ ഭവനക്കാരെ ചേർക്കുവാനാണ്. ഈ ഭവനത്തെ പഴയ നിയമവിശുദ്ധന്മാരും ആഗ്രഹിച്ചിരുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം 10-ാമത്തെ വാക്യം വേണമെങ്കിൽ ഇവിടെ ഒന്ന് വായിക്കും. അതിന് ശ്രദ്ധ പറ്റി കേൾപ്പിക്കും. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ വംശപിതാവായ അബ്രഹാം ഈ ഭവനത്തെ വളരെ വ്യക്തമായി പ്രതീക്ഷിച്ചു. ഒന്ന് വായിച്ചാട്ടെ. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ദൈവം ശില്പിച്ച
ദൈവം സൃഷ്ടിച്ച അഥവാ നിർമ്മിച്ച, ദൈവം ശില്പിയായിരുന്നു നിർമ്മിച്ച, പ്രപഞ്ചത്തിന് വൃത്തം വരച്ച ദൈവം ഈ കാണുന്ന അണ്ടകടാഹങ്ങളെ ബൈബിളിന്റെ വെളിച്ചം അനുസരിച്ച് തരീതാരശൂരപാരാപാര പർവ്വതലങ്കരമായിരിക്കുന്ന പ്രപഞ്ചത്തെ ഹുംഭോ ഉണ്ടാകട്ടെ എന്ന വാക്കുച്ചരിച്ചപ്പോൾ ഊഴിയുണ്ടായി, ബ്രഹ്മാണ്ഡ കടാഹം മുഴുവൻ ഉണ്ടായി. ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരുവനെ ദൈവം എന്ന് വിളിക്കാൻ കഴിയത്തുള്ളൂ. ആ വിളിക്ക് യോഗ്യനായ ദൈവം ഇവിടെ പറയുന്നു, അവൻ ശില്പിയായിരുന്ന അവൻ തന്നെ അടിസ്ഥാനം ഇട്ടുപണിത ഭവനം. ഇപ്പൊ ദൈവത്താൽ നിർമ്മിക്കപ്പെട്ടതാണ് ഭവനം. അത് നിസാരമായ ഭവനമല്ല. അവിടുത്തെ രാജശില്പിയാണ് കർത്താവായ യേശുക്രിസ്തു. അതാണ് ഞാൻ പോയി സ്ഥലമൊരുക്കുവാൻ. ഓരോരുത്തരും അവനവന് യോഗ്യതയ്ക്കനുസരിച്ചുള്ള സ്ഥലമൊരുക്കിയതിനു ശേഷം യേശുക്രിസ്തു മധ്യാകാശത്തിൽ വരും. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ വന്നപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, കൂടാരമായ നമ്മുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയില്ലാത്തൊരു നിത്യഭവനം നമുക്കായി സ്വർഗത്തിൽ പണിയുന്നു. അതേ പ്രിയ സ്നേഹിതരെ, ഈ ഭവനത്തിന് യോഗ്യത നേടിയവരെ ചേർക്കാനാ യേശുക്രിസ്തു മധ്യാകാശത്തിൽ വരുന്നത്. അല്ലാതെ ഇവിടുത്തെ ഏതെങ്കിലും വലിയ ഡിനോമിനേഷൻകാരെ ചേർക്കുവാൻ ഇവിടെ 144,000 പേരെ പോകത്തുള്ളൂ. അത് ഞങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെയൊന്നും ചേർക്കാനല്ല യേശു വരുന്നത്. അങ്ങനെ ഒരു വാക്യം ബൈബിളിൽ പറഞ്ഞിട്ടില്ല. തെറ്റായ വ്യാഖ്യാനങ്ങൾ അടിച്ചേൽപ്പിച്ച് ജനങ്ങളെ കുരുടാക്കി മടയന്മാരും മണ്ടന്മാരുമാക്കി കേവലം 144,000 പേർക്ക് വേണ്ടി മാത്രമാണ് യേശു ക്രൂശിക്കപ്പെട്ടു എന്നുള്ളത്. ഈ മണ്ടൻ സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുന്നവരെയൊക്കെ വിട്ടൊഴിഞ്ഞ് ഈ നാളുകളിൽ യേശുക്രിസ്തു ഒരുക്കിയ രക്ഷയെ കൈക്കൊള്ളുവാൻ ഞാൻ സകല ദൈവമക്കളോടും ആഹ്വാനം ചെയ്യുകയാണ്. അതുപോലെ വലിയ പുണ്യവാള സേവകളും വലിയ പടുകൂറ്റൻ പള്ളികൾ പണിയുന്ന പ്രസ്ഥാനങ്ങളൊക്കെ നിർത്ത സ്നേഹിത. കാരണം തിരുവെഴുത്തിൽ യേശു പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ഒന്നും അതിനെ ജയിക്കത്തില്ല. മനുഷ്യൻ പണിത് കൂട്ടുന്ന ഒന്നും ദൈവത്തിന്റെ സഭയെ ജയിക്കത്തില്ല. കാരണം ദൈവത്തിന്റെ സഭ നിലനിൽക്കുന്നതാ, പാതാള ഗോപുരങ്ങൾ തീക്കായി സൂക്ഷിക്കുന്നതാ. അതിനാൽ മനുഷ്യന്റെ കൈവേലയിൽ ആശ്രയിക്കാതെ ദൈവവചനത്തെ യഥാക്രമത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് യേശുക്രിസ്തുവിനുള്ള രക്ഷയെ കൈക്കൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭവനത്തിന്റെ, യേശു ഒരുക്കുന്ന ഭവനത്തിന്റെ യോഗ്യത നിന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നോക്ക്. ഒരു പക്ഷേ നിനക്ക് ഈ ഭൂമിയിൽ എന്നെ പോലെ ആയിരിക്കാം എന്ന് പറഞ്ഞാൽ ഞാനിത് പറയാൻ കാരണം എനിക്ക് സ്വന്തമെന്ന് അവകാശപ്പെടാൻ എന്റെ പേരിൽ അരസെന്റ് സ്ഥലമോ ചെന്ന് കയറുവാൻ ഒരു ഇടമോ ഇല്ല. വാസ്തവത്തിൽ പറഞ്ഞാൽ എനിക്കൊന്ന് സ്വന്തമായിട്ട് ചെന്ന് കയറി നിൽക്കാൻ ഒരു ഭവനം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇപ്പൊ ഗോവയിൽ നിൽക്കത്തില്ലായിരുന്നു. അതില്ലാത്തത് കൊണ്ടാണ് വാസ്തവത്തിൽ ഈ സാഹചര്യത്തിൽ ഇവിടെ നിൽക്കുന്നത്. ഇപ്പൊ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, പാസ്റ്റർ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ആകണോ, ഞങ്ങൾക്കുള്ളതിൽ അങ്ങനെയുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഒരു പക്ഷേ ചില ആൾക്കാർക്ക് ഈ ഭവനത്തിൽ, ഈ ലോകത്തിൽ ഒരു പക്ഷേ ഭവനങ്ങളൊന്നും ഇല്ലായിരിക്കും. പക്ഷെ ദൈവം നിന്നെ വഴിയിൽ അറിയുന്നില്ലല്ലോ. ദൈവം നിന്നെ ആരൊക്കെയോ വച്ച് കിട്ടിയ ഭവനത്തിനകത്ത് കിടക്കുവാൻ ഞാൻ വളരെ സന്തോഷിക്കുകയാണ്. കാരണം എനിക്ക് ഒരു ഭവനം ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഭവനത്തിൽ മാത്രമേ ഞാൻ താമസിക്കണമായിരുന്നു. എന്നാൽ ഇപ്പോഴോ ഇവിടെയോ ഏതൊക്കെയോ വലിയ കോടീശ്വരന്മാർ ഏതൊക്കെയോ രൂപത്തിൽ അവർ കണ്ണുനീരൊഴുക്കി വലിയ കെട്ടിടങ്ങൾ പണിതിട്ടിരിക്കുന്നു. അതിനകത്ത് ഞങ്ങൾ സുപക്ഷമായി താമസിക്കുന്നു. അതിനുള്ള വഴി സ്വർഗത്തിൽ ദൈവം ചെയ്യുന്നു. അതുകൊണ്ട് എന്റെ ദൈവം ചെയ്ത എല്ലാ പ്രവൃത്തിക്കും 1000 സ്തുതി സ്തോത്രം കൊണ്ട് ഞാൻ എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇത് ഞാൻ പറയുമ്പോൾ ഒരു പക്ഷേ ഈ ലോകത്ത് നമുക്ക് സ്വന്തമായിട്ട് ഭവനങ്ങളൊന്നും ഇല്ലെങ്കിലും പൗലോസ് പറഞ്ഞതുപോലെ കൂടാരമായ നമ്മുടെ ഭവനം, ഈ ലോകത്തിലെ ഭവനങ്ങൾ, നമ്മുടെ ശരീരം എന്ന ഭവനം, ഇതെല്ലാം അഴിഞ്ഞു പോകും. എന്നാൽ കൈപ്പണിയില്ലാത്തൊരു ഭവനം, 2 ഭവനങ്ങളെയാണ് പൗലോസ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് തേജസ്സിന്റെ ശരീരം എന്ന ഭവനത്തെയും, 2 ഈ പറയപ്പെട്ട ഭവനത്തെയും. ഈ ഭവനത്തിൽ യോഗ്യത നേടിയ യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് പ്രാപിച്ച് സ്വർഗത്തിലെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആ ദൈവമക്കളെ ചേർക്കുവാൻ, പിതാവിന്റെ ഭവനത്തിൽ താമസിക്കുവാൻ യോഗ്യത ഉള്ളവരെ ചേർക്കുവാൻ കർത്താവായ യേശുക്രിസ്തു മധ്യാകാശത്തിൽ വരും. 3 എബ്രായ ലേഖനം 9-ാം അധ്യായം 28-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. എബ്രായ ലേഖനം 9-ാം അധ്യായം 28-ാമത്തെ വാക്യം. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. ഇനി പാപം വഹിക്കുവാനല്ല, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമതും പ്രത്യക്ഷനാകും. ഒടുവിൽ പറയുന്ന വാക്യം നോക്കണമേ. ഇനി പാപം വഹിക്കുവാനല്ല, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാത്തവനായി വീണ്ടും പ്രത്യക്ഷനാകും. അപ്പൊ കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി യേശു പ്രത്യക്ഷനാകാൻ പോകുന്നു. ആരാണ് കാത്തു നിൽക്കുന്നവർ? വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്ന ആ രഹസ്യം മനസ്സിലാക്കണം. തനിക്കായി കാത്തു നിൽക്കുന്നവർ. യേശു ഇതിനെ വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞു. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് നിങ്ങൾ അറിയായികയാൽ നിങ്ങൾ ഉണർന്നിരിക്കുന്നത് പോലെ നിങ്ങളുടെ കർത്താവ് ഏത് നാഴികയ്ക്ക് വരുന്നു എന്ന് നിങ്ങൾ അറിയായികയാൽ എപ്പോഴും നിങ്ങൾ ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. ആത്മീക ഉണർവിലും പ്രാർത്ഥനയിലും ദൈവത്തോട് പറ്റി നിൽക്കുന്ന
തൻ്റെ ഭക്തന്മാരാണ് ഒരുക്കപ്പെട്ടവർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം ക്രമപ്പെട്ട് ജീവിതത്തിന്റെ മേഖലയിൽ ദൈവവചനവുമായിട്ട് ക്രമപ്പെട്ട് ഒരുങ്ങി കാത്തിരിക്കുന്നവർ ചേർക്കുക. സാധാരണ ഈ ഭൂമിയിൽ തന്നെ ഒരു വേളി നടക്കുന്നിരിക്കട്ടെ, അഥവാ ഒരു കല്യാണം നടക്കുകയാണ്. അന്നത്തെ ദിവസം ആ സ്ത്രീ എത്രയധികം, അഥവാ അവളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരുങ്ങുന്ന ഒരു ദിവസമായിരിക്കും ഈ വിവാഹ ദിവസം. അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തെ തൻ്റെ കാന്തനായ മണവാളന്റെ വരവിന് വേണ്ടി ഒരുക്കി ഏത് സമയത്ത് വരുമെന്ന് അറിയാക്കിയാൽ സദാസമയം തന്നാൽ ആഗോളം തന്നെ വിശുദ്ധിയോടുകൂടി ഒരുക്കി കാത്തിരിക്കുന്ന ആ കാന്തയെ ചേർക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു വരുന്നത്. എങ്ങനെ? മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ യേശു അവിടെ ഒരു ഉപമ പറഞ്ഞു. 10 കന്യകമാർ മണവാളന്റെ വരവിന് വേണ്ടി ഒരുങ്ങി. ആ ഒരുങ്ങപ്പെട്ടതായ ഉപമയിൽ അതിന്റെ 10-ാമത്തെ വാക്യം മാത്രം വായിച്ചാട്ടെ. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോട് കൂടെ കല്യാണ സദ്യയ്ക്ക് ചെന്നു. ഇപ്പൊ നോക്കണമേ, ഒരുങ്ങപ്പെട്ടവരുമുണ്ട്, ഒരുങ്ങപ്പെടാത്തവരുമുണ്ട്. അവിടെ 10 കന്യകമാരുടെ ഉപമ പറയുമ്പോൾ ഈ കന്യകമാർ വാസ്തവത്തിൽ യഹൂദ ചരിത്രമാണ് വെളിപ്പെടുത്തുന്നതെങ്കിലും ഞാൻ അതിനെ ഒരുക്കത്തെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വാക്യത്തെ അവിടെ നിന്ന് കടമെടുക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന വാക്യം അവിടെ പറയുന്ന കന്യകമാർ, ദൈവത്തിന്റെ സഭ ഏക കന്യകയാണ്, അതുകൊണ്ട് സഭയെക്കുറിച്ച് അല്ലാതെ പറയുന്നത് അവിടെ നിൽക്കട്ടെ. എങ്കിലും ഞാൻ അതിനെ ഒരുക്കത്തെ കുറിച്ച് പറയുവാൻ വേണ്ടി ഒരുങ്ങി ഇരുന്നവർ. അപ്പൊ ഒരുക്കം പ്രാപിച്ചിരിക്കാത്തവർ കൈവിടപ്പെട്ടു പോകും. ഈ രഹസ്യം പറയുവാനാണ്. ദൈവമക്കൾ മനസ്സിലാക്കണം, യേശുക്രിസ്തുവിന്റെ വരവിന്റെ ലക്ഷണങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ സംഭവങ്ങളെല്ലാം. നമ്മൾ ഈ സമയത്ത് ശരാശരി മുമ്പ് അനുഭവിച്ചു വന്നതുപോലെ ഒരു വിശ്വാസത്തെ ശരാശരി സൂക്ഷിച്ച് പോകും പോലെ അങ്ങ് പോകട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നാൽ നമുക്ക് എടുക്കപ്പെടാൻ കഴിയത്തില്ല. കാഹളധ്വനി കേൾക്കുമ്പോൾ നമ്മൾ എടുക്കപ്പെടണമെങ്കിൽ നമ്മൾ അതിന് യോഗ്യരായിരിക്കണം. എങ്ങനെയാ? സങ്കീർത്തനം 45-ന്റെ 13 വന്നപ്പോൾ അവിടെ വളരെ മുന്നമേ തന്നെ യേശു എന്ന് പറയുന്നതിനും ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഈ കാന്തയുടെ അല്ലെങ്കിൽ ഈ ഒരുങ്ങപ്പെട്ട വ്യക്തിയുടെ ക്വാളിറ്റി എവിടെ പറയുകയാണെന്ന് വായിച്ചിട്ട് 45 സങ്കീർത്തനത്തിന്റെ 13-ാമത്തെ വാക്യം. അന്തപുരത്തിലെ രാജകുമാരി, അന്തപുരത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന രാജകുമാരി, അവൾ രാജകുമാരിയാണ്. ശോഭ പരിപൂർണയാകുന്നു, അവൾ ശോഭ പരിപൂർണയാകുന്നു, സർവ്വവിധമായ തേജസ്സിനാലും അവൾ നിറയപ്പെട്ടിരിക്കുന്നു. തീർന്നില്ല. അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ട്. ദൈവമേ, ഇത് ഇന്നത്തെ പെന്തക്കോസ്റ്റ് ഡിനോമിനേഷൻകാർ ഒരിക്കലും അംഗീകരിക്കത്തില്ല. കാരണം പൊൻകസവ് എന്നല്ലേ എഴുതിയിരിക്കുന്നത്. പൊന്ന് അവർ കറക്കപ്പെട്ട സാധനമാണല്ലോ. പൊന്നെന്ന് പറഞ്ഞു പോയാൽ പിശാചെന്നല്ലേ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർ എന്നോട് ക്ഷമിക്കണം. പക്ഷേ ഇവിടെ രാജകുമാരി ഒരുങ്ങിയിരിക്കുന്നത് പൊൻകസവിട്ട തട്ടം കൊണ്ടാണ്. പിന്നെ തീർന്നില്ല. അവളെ ചിത്ര തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഇവിടെ മോടിയുള്ള വസ്ത്രമൊന്നും നിങ്ങൾ ധരിക്കരുതേ, കഴിയുന്നത് വെള്ളം തന്നെ കൊടുത്ത് നടക്കണമെന്ന് പഠിപ്പിക്കുന്നവരൊക്കെ ഇത് കേട്ട് മാനസാന്തരപ്പെടുന്ന നല്ലതാ. കുഞ്ഞെ ഒരുങ്ങേണ്ടത് പുറമല്ല, അകമാണ്. അകമാണ് ഒരുങ്ങേണ്ടത്, ഉള്ളറയാണ് ഒരുങ്ങേണ്ടത്. വിശുദ്ധി എന്ന് പറയുന്നത് കേവലം പുറത്തിരുന്ന വസ്ത്രത്തിലോ കേവലം പുറത്തിരുന്ന ആഭരണത്തിലോ കേവലം പുറത്തിരുന്ന തലകെട്ടിലോ ഒന്നുമല്ല. പകരം അകത്താണ് വിശുദ്ധി ഉണ്ടാകേണ്ടത്. അകത്താണ് വാസ്തവത്തിൽ ആഭരണം ധരിക്കേണ്ടത്. അകത്താണ് വാസ്തവത്തിൽ തേജസ് ഉണ്ടാകേണ്ടത്. അങ്ങനെ അന്തഃപുരത്തിലെ രാജകുമാരി ശോഭാ പരിപൂർണയായിരിക്കുന്ന എല്ലാം കൊണ്ടും ശോഭിണിയായിരിക്കുകയാണ്. അവിടെയാണ് ചേർക്കാൻ പോകുന്നത്. കാന്തൻ വരുന്നത് കാന്തയെ ചേർക്കുവാനാണ്. ദൈവത്തിന്റെ സഭയെയും ക്രിസ്തുവിനെയും കാന്തനോടും കാന്തയോടും ഉപമിച്ചിട്ടുണ്ട്. ആ കാന്തയെ ചേർക്കുവാനാണ് കർത്താവ് വരുന്നത്. അപ്പൊ കാന്ത ഒരുങ്ങപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. പിന്നെ തീർന്നില്ല. വായിക്കൊന്നും വായിച്ചാട്ടെ. അതിന്റെ അടുത്തുകൂടി വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളെ രാജസന്നിധിയിൽ കൊണ്ടുപോകുന്നത് വേളി കഴിക്കാനാണ്. രാജസന്നിധിയിൽ കൊണ്ടുവന്ന് നിർത്താനാണ്. തന്റെ കാന്തനോടൊപ്പം അങ്ങ് ചേർക്കാനാണ്. അതിനാ കൊണ്ടുപോകുന്നത്. അതിന് യോഗ്യത നേടി തന്നെ വിശുദ്ധിയിലും വേർപാടിലും ദൈവവചനപ്രകാരം ഒരുക്കി തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി കാത്തിരിക്കുന്ന തന്റെ കാന്തയെ ചേർക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വരും. തിരുവചനം കേൾക്കുന്ന ദൈവ പൈതലെ, നീ നിന്നെ ഒരുക്കിയിട്ടുണ്ടോ? ഇന്ന് പൽക്കാലം ഒന്ന് ചിന്തിച്ചു നോക്കും. നാഥൻ വരാറായി. നമ്മുടെ കർത്താവ് വരുവാൻ പോകുന്നു. യേശുവിന്റെ മടങ്ങി വരവ് 2 പതനങ്ങളുണ്ട്. ഒന്ന് രഹസ്യവരവ്, 2 പരസ്യവരവ്. ആ രഹസ്യവരവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നീ ആ കാന്തയാണോ? നീ നിന്നെ ഒരുക്കിയിട്ടുണ്ടോ? അതോ ഇപ്പോഴും നീ ഒരു മതഭക്തിക്കാരനായിട്ട് നിൽക്കുന്നുവോ? ഇപ്പോഴും നീ ഏതൊക്കെ ഒരു സഭയുടെ അംഗമാണ്? ഞാൻ സ്നാനപ്പെട്ടതാണ്, ഞാൻ അഭിഷേകം പ്രാപിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ആ വലിയ മഹത്വം പിടിച്ചു നിൽക്കുന്നു? ഇല്ലേ, ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൈവിടപ്പെട്ടു പോകും. പകരം നിന്റെ ജീവിതം ക്രമപ്പെടണം. ശുദ്ധിയാകണം. ഇവിടെ പറയുന്നത് നോക്ക്, അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയായിരിക്കുന്നു. അവളിൽ ഊനമല്പവും ഇല്ല, അവളിൽ കളങ്കമല്പവും ഇല്ല, അവളിൽ അല്പവും അശുദ്ധിയില്ല. അവൾ തന്നെ ഒരുക്കി കാത്തിരിക്കുകയാണ്. തന്റെ കാന്തന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ കാന്തയെ ചേർക്കുവാൻ കർത്താവ് തനിക്കായി കാത്ത് നിൽക്കുന്നവരെ ചേർക്കുവാൻ കർത്താവ് മധ്യാകാശത്തിൽ വെളിപ്പെടും. 1
രക്ഷിക്കപ്പെട്ടവരെ ചേർക്കുക. 2 പിതാവിന്റെ ഭവനക്കാരെ ചേർക്കുക. 3 തനിക്കായി കാത്തു നിൽക്കുന്നവരെ ചേർക്കുക. 4 യോഹന്നാന്റെ സുവിശേഷം 14-18 വാക്യം. സമയം ഒന്ന് പോയതുകൊണ്ട് ഞാൻ ചുരുക്കി അങ്ങ് പറഞ്ഞു പോവുക. പെട്ടെന്ന് വായിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 14-18 വാക്യം. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറെ നേരം കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ആരെ? അനാഥരായി വിടാതെ. അനാഥരായി പോയവരായവർ ആരുടെ മുമ്പിൽ? യേശുക്രിസ്തുവിങ്കലേക്ക് തിരിയുമ്പോൾ പലരുടെയും മൂടുപടം നീങ്ങും. ഗലാത്യയിലാണ്. യോഹന്നാന്റെ സുവിശേഷം 15 മുതൽ 16, 17, 18 ഈ വാക്യങ്ങൾ ചെല്ലുമ്പോൾ, നിങ്ങൾ ഈ ലോകക്കാരായിരുന്നുവെങ്കിൽ ഈ ലോകത്തിന് സ്വന്തമായതിനെ അവർ പകയ്ക്കയില്ലായിരുന്നു. എന്നാൽ ഞാൻ നിങ്ങളെ ഈ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് വേർതിരിച്ചിരിക്കുക. നിങ്ങൾ ഈ ലോകക്കാരല്ല, ആകയാൽ ഈ ലോകത്തിന് സ്വന്തമല്ലാത്തതിനെ അവർ പകയ്ക്കുന്നു. അപ്പോ യേശുക്രിസ്തുവിന് വേണ്ടി ഒരുവൻ വേർതിരിക്കപ്പെടുമ്പോൾ ലോകം പകയ്ക്കും. ലോകത്തിൽ അവൻ ഏകനാകും, ഒറ്റപ്പെടും. ചിലപ്പോൾ സഹോദരങ്ങൾ പകയ്ക്കും, ചിലപ്പോൾ പ്രിയപ്പെട്ടവർ പകയ്ക്കും, ചിലപ്പോൾ തന്റെ ബന്ധുമിത്രാദികൾ എല്ലാം പകച്ചെന്ന് വരും. യേശു പറഞ്ഞു, ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്താൻ വന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? സമാധാനമല്ല, വാളത്രേ വരുത്തുവാൻ വന്നിരിക്കുന്നു. ഇന്നു മുതൽ അപ്പനും മക്കളും തമ്മിൽ ചേരത്തില്ല, അമ്മായിയും മരുമകനും തമ്മിൽ ചേരത്തില്ല. അങ്ങനെ ചേരാത്ത എല്ലാവരാലും ഒറ്റപ്പെടും. ചില ആളുകൾ എല്ലാവരും അങ്ങനെ ഒറ്റപ്പെടും എന്നുള്ള അർത്ഥത്തിലല്ല യേശു അത് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കണം, അനാഥരായി പോയവരുമുണ്ട്. നിങ്ങളെ ഞാൻ അനാഥരായി വിടുകയില്ല, കാരണം നിങ്ങൾ എൻ്റെ പിന്നാലെ ഇറങ്ങി വന്നവരാണ്. യേശുവിനെ നോക്കി ഇറങ്ങി തിരിച്ച ദൈവ പൈതലെ, ഒരുപക്ഷെ നിന്നെ സമൂഹം ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം, പ്രിയപ്പെട്ടവർ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം, നിന്റെ സ്നേഹിതരൊക്കെ മാറിപ്പോയിട്ടുണ്ടാകാം. പക്ഷെ ഞാൻ പറയട്ടെ, നിന്റെ പക്ഷത്ത് രാജാതി രാജാവായവനുണ്ട്. നിന്റെ മഹത്വം വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. യോഹന്നാൻ നേരത്തെ പറഞ്ഞതുപോലെ, നാവിന്റെ ദാഹമൊന്നും ഇതുവരെ നമുക്ക് പെട്ടിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുന്ന നാളിൽ അവൻ ഇരിക്കുന്നത് പോലെ കാണുന്നവരാകൊണ്ട് അവനോട് സദൃശന്മാരാകും. എങ്ങനെ? വിശുദ്ധ ബൈബിളിൽ എങ്ങനെയാണ് ഇവിടെ നമ്മൾ ഒറ്റപ്പെടുന്നത്? സങ്കീർത്തനം 45 വാക്യത്തിൽ വരുമ്പോൾ ഒന്ന് വായിച്ചാട്ടെ. സങ്കീർത്തനം 45:10 വായിച്ചാട്ടെ. അല്ലയോ കുമാരി, അല്ലയോ കുമാരി, കേൾക്ക, നോക്കുക, ചെവി ചായ്ക്ക. സ്വജനം നിന്റെ പിതൃഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. നമ്മുടെ പിതൃഭവനത്തെ നമുക്ക് മറക്കേണ്ടി വരും. സ്വജനത്തെ വിട്ട് തിരിയേണ്ടി വരും. മനം തിരിയാത്തവിടെ നടുവിൽ നിന്ന് തിരിഞ്ഞേ തീരൂ നമ്മൾ. കാരണം ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്ത് വേർതിരിച്ചിരിക്കുക, യേശു പറഞ്ഞു. അപ്പോ ചിലതിന്റെ നടുവിൽ നിന്ന് ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവരാണ് ഇവർ. ഇവരിപ്പോൾ അനാഥരാണ്, സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരാണ്. അതല്ലേ ഇന്നത്തെ ദൈവമക്കളെ കാണുന്ന തീവ്രവാദികളെ കാണുന്നത് പോലെ. അവരെന്ത് ദോഷമായി ഇവിടെ ചെയ്തത്? ഈ ഭാരതത്തിന്റെ മണ്ണിൽ ദൈവജനം എന്താ ചെയ്തത്? അല്ലെങ്കിൽ ഭൂമിയിൽ ദൈവജനം എന്താ ചെയ്തത്? ആദിമ സഭാ ചരിത്രം മുതൽ ദൈവജനം ഏത് ക്ഷേത്രത്തെയാ പൊളിച്ചത്? ഏത് മോസ്കിനെയാ പൊളിച്ചത്? ഏത് മതസംഘടനയാ തകർത്തത്? ഏത് രാഷ്ട്രീയ പാർട്ടിയെ ഇല്ലാതാക്കാൻ പോയത്? പക്ഷേ അവരുടെ ചോര കുടിക്കാൻ ശ്രമിക്കാത്തവരും അതിനുവേണ്ടി ശ്രമം നടത്താത്തവരും അവിടെ ചോര കുടിക്കാത്തതും ഏത് പ്രസ്ഥാനങ്ങളാണ് ഉള്ളത്? കാരണം അവരെ ലോകം പകയ്ക്കുക. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇന്ത്യക്കകത്ത് ഒരു വലിയ മുദ്രാവാക്യം മുഴുങ്ങി കേൾക്കുകയാണ്, ഞങ്ങളല്ലാത്തവരെല്ലാം അവിടുന്ന് പോകണം. ഞങ്ങളല്ലാത്തവർ പോകണമെന്ന് പറയുന്നവരാരാ? ഈ ഞങ്ങളല്ലാത്തവരല്ലേ ഞങ്ങളല്ലാത്തവർ പോകണമെന്ന് പറയുന്നത്. ഇവിടത്തുകാരല്ലാത്തവരല്ല ഇവിടത്തു നിന്ന് പോകണമെന്ന് പറയുമ്പോൾ ഇവിടത്തുകാർ അല്ലാത്തവരാണ് ഇത് പറയുന്നതെന്ന് ഓർക്കണമേ. ഈ പറയുന്ന ആൾക്കാർക്ക് മാക്സിമം പറയുവാനുള്ള പാരമ്പര്യം എന്ന് പറയുന്നത് ഏകദേശം BC 1000 വരെയാണ്. എന്ന് പറഞ്ഞാൽ 3000. അതിനും മുൻപേ ഉണ്ടായിരുന്നവരാണ്. അവരോടാ പറയുന്നത് ഞങ്ങളല്ലാത്തവർ, ഇവിടത്തുകാരല്ലാത്തവർ പോകണമെന്ന്. ഇത് ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. അല്പമെങ്കിലും ചരിത്രബോധമുള്ളവർക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ. പക്ഷെ ഒരു കാര്യം അവർ പറയുന്നത് സത്യമാണ്, ഇവിടത്തുകാരല്ലാത്തവർ പോകണം. അതേ സഹോദരങ്ങളെ, ഞങ്ങൾ ഇവിടത്തുകാരല്ല, ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്നുള്ളവരല്ല. കാരണം ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്തത് കൊണ്ട് ഞങ്ങൾ ഈ ലോകക്കാരല്ല. ഞങ്ങളുടെ അപ്പന്റെ വരവരെ മാത്രം ഞങ്ങൾ ഇവിടെ അനാഥരാണ്. പക്ഷേ ഒന്ന് പറയട്ടെ, ആരും കൊന്നുകളയരുത്. ഞങ്ങളുടെ അപ്പന്റെ വരവ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് മാറിക്കോളും. അതുവരെ മാത്രമാണ് ഞങ്ങൾ ഈ ലോകക്കാരായിരിക്കുന്ന ഞങ്ങളെ നോക്കി, ലോകക്കാരല്ലാതെ നിത്യ ജീവന്റെ അവകാശികളായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളെ നോക്കി ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അങ്ങനെ അനാഥരായി പോയവരാരെങ്കിലും, അങ്ങനെ സമൂഹം ഒറ്റപ്പെടുത്തിയവരാരെങ്കിലും, അങ്ങനെ ബന്ധുമിത്രാദികൾ ഒറ്റപ്പെടുത്തിയവരാരെങ്കിലും, സ്നേഹിതരെ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നീ യഥാക്രമത്തിൽ യേശുവിലേക്ക് തിരിയുമ്പോൾ പള്ളിക്കാർ നിന്നെ ഒറ്റപ്പെടുത്തും, ആത്മീയർ നിന്നെ ഒറ്റപ്പെടുത്തും, രാഷ്ട്രീയക്കാർ നിന്നെ ഒറ്റപ്പെടുത്തും, നിന്റെ സമൂഹം നിന്നെ ഒറ്റപ്പെടുത്തും. കാരണം
നീ ഈ ലോകക്കാരനല്ല, പരലോകവാസിയായി മാറുകയാണ്. അങ്ങനെ ഒറ്റപ്പെട്ടവരാരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളെ നോക്കി പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, നിന്ന് യേശു അനാഥനായി വിടുകയില്ല. ആ അനാഥത്വം പ്രാപിച്ചവരെ ചേർക്കാൻ കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വന്നു. യേശു മധ്യാകാശത്തിൽ വന്ന് അങ്ങനെ അനാഥരായി പോയവരെ ചേർക്കും എന്ന് തിരുവെഴുത്ത് പറയുന്നു. ഒടുവിൽ ഒരു ഭാഗം കൂടി പറഞ്ഞ് ഞാൻ ഇന്ന് പ്രസംഗത്തിന് വിരാമം കുറിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം 20-ാമത്തെ വാക്യം. യെശയ്യായുടെ പുസ്തകം 26-ാം അധ്യായം 20-ാമത്തെ വാക്യം. എന്റെ ജനമേ വന്ന് നിന്റെ അറകളിൽ കടന്നു വാതിലുകളെ അടയ്ക്കാം. നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്കാം. ക്രോധം കടന്നു പോകുവോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കാം. എന്താണ് ഇതിന്റെ പിന്നിലെ രഹസ്യം? എന്റെ ജനമേ വന്ന് നിങ്ങളുടെ അറകളിൽ, ഏതാണ് അറ? ഞാൻ നേരത്തെ പറഞ്ഞ പിതാവിന്റെ ഭവനം. അവിടെ വന്ന് അറകളിൽ കടന്ന് അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക. കാരണം ഒരു അനർത്ഥം കടന്നു പോകാൻ പോകുന്നു. അനർത്ഥത്തിനു മുൻപേ തൻ്റെ ജനത്തെ കർത്താവ് ചേർക്കും. ഒടുവിലെ വാക്യം തിരുവെഴുത്ത് പറയുന്നു, തൻ്റെ ജനത്തെ കർത്താവ് ചേർക്കും. യേശു പറഞ്ഞു, നോക്കണമേ, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ വന്നപ്പോൾ യേശു പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും, അവ എൻ്റെ പിന്നാലെ വരും. അതെ, എൻ്റെ പിന്നാലെ വന്നു യേശുവിന്റെ പിന്നാലെ പിൻപറ്റിയ 26, 27, 28 വാക്യങ്ങൾ വരുമ്പോൾ, ഞാനവയെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും, ഞാനവയ്ക്ക് നിത്യജീവനെ കൊടുക്കും. യേശു വീണ്ടും പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുക, ആ ജീവൻ സമൃദ്ധിയായി ഉണ്ടാകുക. ആ ജീവൻ പ്രാപിച്ച യേശു ക്രിസ്തുവിന്റെ ജീവനിൽ ജീവിക്കുന്ന തന്റെ ജനം, തന്റെ മക്കൾ, വീണ്ടെടുക്കപ്പെട്ട തന്റെ ജനത്തെ ചേർക്കുവാൻ യേശു മധ്യാകാശത്തിൽ വരും. എന്താണ് അതിന്റെ അർത്ഥം? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ, സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ സൂക്ഷിച്ചു എന്നൊരു കാരണം കൊണ്ട് ഭൂലോകത്തെ മുഴുവൻ പരീക്ഷിക്കുന്ന പരീക്ഷാവേളയിൽ ഞാനും നിന്നെ സൂക്ഷിക്കും. കാരണം ഭൂലോകത്തെ മുഴുവൻ പരീക്ഷിക്കുന്ന ഒരു പരീക്ഷാവേള കടന്നു വരികയാണ്. അതിനു മുൻപ് തന്റെ കുറുംപ്രാവിനെ തന്റെ അടുക്കൽ ചേർക്കും, അഥവാ തന്റെ കാന്തയെ തന്റെ അടുക്കൽ ചേർക്കും, തന്റെ പ്രിയപ്പെട്ട മക്കളെ തന്റെ അടുക്കൽ ചേർക്കും. ലോകത്തെ മുഴുവൻ ദൈവം പരീക്ഷിക്കുന്ന പരീക്ഷ കാലഘട്ടം വരുന്നു. നമ്മൾ ഇന്നത്തെ ജനത ചിന്തിക്കുന്നത് ഈ വന്നിരിക്കുന്ന കോവിഡാണ് ലോകത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ വിപത്ത്. എന്നാൽ ഞാൻ ഇന്ന് പകൽക്കാലം തിരുവെഴുത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നു, പ്രവാചകനായ യെശയ്യാവ് പറയുന്നു, ഈ ഭൂമിയെ ദൈവം കീഴ്മേലും മറിക്കും, ഭൂവാസികളെ അതിൽ നിന്ന് കുടഞ്ഞിടും എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഇന്നും മരണത്തെ കണ്ട് പേടിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നു, ഞാനടക്കമുള്ളവർ. എന്നാൽ അന്ന് മരണത്തെ അന്വേഷിച്ച് നടക്കും കാണുകയില്ലതാനും. അങ്ങനെ ഒരു മഹാ ഉപദ്രവകാലം ഈ ഭൂമിയിൽ ഉടലെടുക്കാൻ പോകുന്നു. അതിനു മുൻപായി തന്റെ ജനത്തെ തന്റെ അടുക്കൽ ചേർക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വരും. എങ്ങനെ? ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ. അതുപോലെ 28-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ലോത്തിന്റെ കാലത്തിൽ സംഭവിച്ചതുപോലെയും തന്നെ. എന്താണ് അവിടെ നോഹയുടെ കാലത്തിൽ? നോഹയും കുടുംബവും പെട്ടകത്തിനകത്ത് കടന്നു. എന്തിനു വേണ്ടി കടന്നു? അതിനപ്പുറത്ത് വലിയൊരു ന്യായവിധി വരാൻ പോകുന്നു. അതുപോലെ മഹോദ്രവം തുടങ്ങുന്നതിന് മുൻപ്, എതിർ ക്രിസ്തുവിന്റെ രംഗപ്രവേശനത്തിന് മുൻപ് ദൈവത്തിന്റെ സഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. അതുപോലെ ലോത്തിന്റെ കാലത്തിൽ സംഭവിച്ചതുപോലെയും തന്നെ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീയിറങ്ങി ആ സോദോം ഗോമോറ നിവാസികളെ നശിപ്പിച്ചു. അതുപോലെ ദൈവത്തിന്റെ ജനം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോ സോദോം ഗോമോറയേക്കാൾ തരം താണു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭൂമണ്ഡലത്തെ തകർക്കുവാൻ ദൈവത്തിന്റെ കോപാഗ്നി ചൊരിയും. അതിനു മുൻപായി ദൈവം തന്റെ സഭയെ, തന്റെ മക്കളെ, തന്റെ ജനത്തെ തന്റെ അടുക്കൽ ചേർക്കും. വിശുദ്ധ ബൈബിൾ പറയുന്നു, 1, രക്ഷിക്കപ്പെട്ടവരെ ചേർക്കുവാൻ യേശു മധ്യാകാശത്തിൽ കടന്നു വരാൻ പോകുന്നു. 2, പിതാവിന്റെ ഭവനക്കാരായി തീർന്നവരെ ചേർക്കുവാൻ യേശു മധ്യാകാശത്തിൽ കടന്നു വരാൻ പോകുന്നു. 3, തനിക്കായി കാത്തു നിൽക്കുന്നവരെ ചേർക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ കടന്നു വരാൻ പോകുന്നു. 4, അനാഥരായി പോയവരെ അനാഥരായി വിടാതെ തന്റെ അടുക്കൽ ചേർക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ കടന്നു വരാൻ പോകുന്നു. 5, തന്റെ ജനത്തെ ചേർക്കുവാൻ, തനിക്കായി വേർതിരിക്കപ്പെട്ട ജനത്തെ ചേർക്കുവാൻ, തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തന്റെ മക്കളെ ചേർക്കുവാൻ. സോദോം ഗോമോറ നിവാസികളെ തകർക്കുന്നതിന് മുൻപായി ലോത്തിനെ കുടുംബത്തെയും രക്ഷിച്ചതുപോലെ നോഹയുടെ കാലഘട്ടത്തിൽ ആ തലമുറയെ തകർക്കുന്നതിന് മുൻപായി നോഹയും കുടുംബത്തെയും പെട്ടകത്തിൽ കയറ്റി രക്ഷിച്ചതുപോലെ തനിക്കായി കാത്തു നിൽക്കുന്ന തൻ്റെ മക്കളെ ചേർക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വരുവാൻ പോകും. നീ ഒരുങ്ങിയിട്ടുണ്ടോ?
നീ ഈ പറയപ്പെട്ട ഏത് ഗണത്തിൽപ്പെട്ടതാണ്, അതോ അതിന് പുറത്താണ്? സ്നേഹിത, അന്വേഷിക്കും. നീ ഒരുങ്ങിയോ? യേശുവിൻ്റെ വരവിൽ എടുക്കപ്പെടാൻ നിനക്ക് കഴിയുമോ? ഇല്ല എങ്കിൽ നമ്മുടെ ഇതുവരെയുള്ള പ്രയത്നം, ഇതുവരെയുള്ള ഓട്ടം എല്ലാം വെറുതാണ്. മറിച്ചാണെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്കൊരുങ്ങാം, തല ഉയർത്താം, നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, ലോകമെമ്പാടുമുള്ള വിശുദ്ധന്മാർ ഈ നാളുകൾ അങ്ങയുടെ വരവിനെ കാത്തിരിക്കും. സൃഷ്ടി ദൈവപുത്രന്റെ പ്രത്യക്ഷതയെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ദൈവഭക്തന്മാർ ഈ ജഡശരീരത്തിൽ ഞരക്കത്തോടുകൂടിയായിരിക്കും. കല്ലറകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന അനേക വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ തങ്ങളുടെ പുനരുത്ഥാനത്തെ കാത്തുകിടക്കും. നാഥ, അങ്ങയുടെ വരവിൻ്റെ മാറ്റുലികൾ മുഴങ്ങിക്കേൾക്കുന്നു. ഞങ്ങളുടെ വീണ്ടെടുപ്പിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയും. എന്നാൽ ഇന്നും ഇടം കൈയും വലം കൈയും തിരിച്ചറിയാതെ പെക്കൊണ്ടിരിക്കുന്ന അനേകം ദൈവമക്കളുണ്ട്. അവർക്ക് കർത്താവെ ഒരു പ്രചോദനമാക്കി ഈ മെസ്സേജിന് ദൈവം മാറ്റണമേ. ഞങ്ങൾക്ക് ഒരുങ്ങുവാൻ, തയ്യാറാകുവാൻ, കാഹളനാദം കേൾക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ, ഞങ്ങളിലുള്ള കുറവുകളെ വെളിപ്പെടുത്തി ഈ നാളുകളിൽ ഞങ്ങളെ ശുദ്ധി ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ കൂടെ ഇരുന്ന ദയക്കായി സ്തോത്രം. അങ്ങ് അനുഗ്രഹിച്ച ദയക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.